നമസ്കാരം മാഷേ. നമസ്കാരം. പക്ഷേ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് ഈ ആശങ്കാജനകമായ ഉക്രൈൻ റഷ്യൻ വാറിനിടയിലും ലോകത്ത് മുഴുവൻ ഒരു യുദ്ധാന്തരീക്ഷം ഇങ്ങനെ നിലനിൽക്കുന്നതിനിടയിൽ റഷ്യയുടെ GDP വളർച്ച അതിവേഗത്തിൽ വളരുകയാണെന്ന് അത്ഭുതപ്പെടുന്ന രീതിയിൽ. ഇപ്പം 2025 ആദ്യ പാദം പരിശോധിക്കുമ്പോൾ റൊസാറ്റ്, അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസിയാണ് റൊസാറ്റ്. ഈ റൊസാറ്റ് പുറത്തുവിട്ട അത് നിയന്ത്രിക്കുന്നവർ പക്ഷേ റഷ്യ ഗവൺമെൻറ് ആണെങ്കിൽ പോലും അതിനകത്ത് കുറേ വാസ്തവങ്ങളുണ്ട്. അപ്പോൾ ഈ റൊസാറ്റിൻ്റെ ഒരു കണക്ക് പ്രകാരം റഷ്യയുടെ ഈ സംഘർഷങ്ങൾക്കിടയിലും യുദ്ധത്തിനിടയിലും അവരുടെ ഒരു GDP ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതൊരു അത്ഭുതം തന്നെയാണ് റഷ്യ പോലുള്ള രാജ്യത്തിന്. മാഷ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ റഷ്യക്ക് ചില ജിയോ പൊളിറ്റിക്കൽ സ്വപ്നങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട് അവർക്ക്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു അത്ഭുതപ്പെടുത്തുന്ന മാറ്റം ഈ വരുന്നത് മാഷ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ഇത് അത്ഭുതകരമാണ്. കാരണം യുദ്ധ കാലാവസ്ഥയിൽ എത്ര സമ്പന്ന രാജ്യമാണെങ്കിൽ പോലും സാധാരണഗതിയിൽ അവിടെ വിലക്കയറ്റം ഉണ്ടാവും. മാത്രമല്ല സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്കാണ് പോവുക. കാരണം യുദ്ധത്തിൻ്റെ മുഴുവനും നമ്മളെ ബ്ലഡ് മുഴുവനും ഊറ്റിയെടുത്തിട്ട് യുദ്ധമുഖത്തേക്ക് ഒഴുക്കുകയാണല്ലോ ചെയ്യുക. അവിടെ പരിമിതിയും പ്രതിസന്ധിയും ഉണ്ടാവരുത്. അപ്പോൾ രാജ്യത്തിൻ്റെ സിരകളിൽ നിന്ന് സകല ചോരയും ഊറ്റിയെടുത്തിട്ട് യുദ്ധമുഖത്തേക്ക് പമ്പ് ചെയ്യുന്ന ഏർപ്പാടാണല്ലോ യുദ്ധം. അതുകൊണ്ട് ഏത് രാജ്യം യുദ്ധം ചെയ്യുമ്പോഴും പ്രതിസന്ധിയിൽ വന്നിട്ടുണ്ട്. ലോകമഹായുദ്ധ കാലത്ത് ഈ അച്യുതണ്ട് ശക്തികളായ 3 രാജ്യങ്ങളെക്കാൾ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടത് മഹാസമ്പന്നന്മാരും ശക്തന്മാരുമായിരുന്ന ഈ സഖ്യകക്ഷികളാണ്. അപ്പോൾ അതാണ് ചരിത്രം. പക്ഷേ റഷ്യയിൽ ഇത്തവണ അത് അത്ഭുതകരമാണെന്ന് പറയുന്നത് നമുക്കതിനെ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല. കാരണം അതിനിപ്പോൾ ആഗോള സാഹചര്യം അനുകൂലമാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യും തോറും റഷ്യ സമ്പന്നമായിക്കൊണ്ടിരിക്കുന്ന സമ്പന്നമാവാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതൊരു വലിയൊരു അത്ഭുതകരമാണ്. മാത്രമല്ല ലോക ചരിത്രത്തിലെ തന്നെ ഒരു ജങ്ചറാണ്, ഒരു പ്രത്യേക സാഹചര്യമാണ്. അതൊരു വേറിട്ടൊരു അനുഭവമാണ്. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. അതിപ്പോൾ ആ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ, റുസാറ്റിൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളതിൻ്റെ കാരണങ്ങൾ ഒന്ന് ഈ എണ്ണയാണ്. യുദ്ധം ചെയ്യാൻ വേണ്ടത് എണ്ണയാണ്. റഷ്യയുടെ കയ്യിൽ സമ്പന്നമായിട്ടുള്ളത് എണ്ണയാണ്. ആ എണ്ണ സാമാന്യം കൂടിയ വിലക്ക്, പ്രത്യേകിച്ച് ഈ പുതിയ ആഗോള സാഹചര്യത്തിൽ ഈ ജിയോ പൊളിറ്റിക്സിൽ വന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യൻ എണ്ണ മത്സരിച്ച് വാങ്ങാൻ ആളുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഉപരോധങ്ങൾക്കിടയിലും കടുത്ത ഉപരോധം. ഈ ഉപരോധം സത്യത്തിൽ ഇപ്പോൾ ഈ അമേരിക്കൻ ഉപരോധം റഷ്യക്ക് വലിയ ഗുണം ചെയ്യുന്നു. വേറൊരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നത്, അമേരിക്ക ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന എല്ലാ ശക്തികളെയും കണ്ണുരുട്ടിയും താരിഫ് കൊടുത്ത് കാട്ടിയും ഒക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ കൂടുതൽ ആളുകൾ വരുന്നു. ചൈന, ഇന്ത്യ, ഇറാൻ എല്ലാവരും അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം വെച്ചാൽ റഷ്യക്ക് ബദൽ മാർക്കറ്റ് വരുന്നു, വലിയൊരു ബദൽ മാർക്കറ്റ് വരുന്നു എണ്ണയ്ക്ക് വില. വേറൊന്ന്, ഈ ഡോളറിനേക്കാൾ ആളുകൾ റൂബിളിനെ ബഹുമാനിക്കാൻ തുടങ്ങുന്നു. യൂറോയിൽ യൂറോപ്യൻ യൂണിയനകത്ത് തന്നെ യൂറോയിൽ നിന്ന് പുറത്തു കടക്കാൻ ആളുകൾ വെമ്പുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തന്നെ റഷ്യക്ക് അനുകൂലമായി ഒരു ഗ്രൂപ്പ് ഉണ്ടായി വരുന്നു. കൃത്യമായിട്ട് പിളർപ്പുണ്ടാവും. കഴിഞ്ഞ ദിവസം ഡെൻമാർക്കിൻ്റെ പ്രതിരോധ മന്ത്രി വന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്, 2-1 സംഭവിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കുമ്പോൾ 2-1 സംഭവിക്കും. ഒന്നുകിൽ യൂറോപ്യൻ യൂണിയൻ നെടുകെ പിളരും, അല്ലെങ്കിൽ യൂറോപ്പിനകത്തെ പല രാജ്യങ്ങളും നെടുകെ പിളരും. പഴയൊരവസ്ഥ സംഭവിക്കുകയാണ്. ഇപ്പോൾ എന്നിട്ട് അദ്ദേഹം ഈ ജർമ്മനിയിലെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അത് കൊറിയയിലെ ഉദാഹരണങ്ങൾ പറയും, യുദ്ധകാലത്ത് സംഭവിച്ചതുപോലെ. ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവം ആലോചിച്ച് നോക്കൂ. എന്താണ് ഉക്രൈൻ വാറിൻ്റെ ഭാവി? ഉക്രൈൻ വാറിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ വിചാരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, അമേരിക്കയുടെ ഉപരോധത്തിൻ്റെയൊക്കെ മുമ്പിൽ എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ റഷ്യ ശ്രമിക്കുന്നല്ലേ? അല്ല, ഈ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്, 7 ലക്ഷം പുതിയ സൈനികരെ കൊണ്ടുപോയിട്ട് ഉക്രൈനിൽ വിന്യസിച്ചു. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വിട്ടുവീഴ്ചക്കില്ല. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഉക്രൈൻ ഏകപക്ഷീയമായി റഷ്യക്ക് കീഴടങ്ങണം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഒരു കോളനിയായിട്ട് ഉക്രൈൻ മാറും. അപ്പുറത്ത് ആരാണ് സഹായിക്കുമെന്ന് കരുതി ഇങ്ങനെ ഈ എണ്ണ ഒഴിച്ചു കൊടുത്ത് സ്ക്രൂ മുറുക്കി കൊടുത്തിരുന്ന അമേരിക്കയാണ്. അമേരിക്കയെ പോലും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ. അമേരിക്ക മൂക്ക് കുത്തി വീണു. രണ്ടാമത്തെ കാര്യം ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇന്നലെ ഡെൻമാർക്ക് പറഞ്ഞതുപോലെ, 2ാമത്തെ ഓപ്ഷനാണ്. അല്ല, ഇനി വെടിനിർത്താനുള്ള സമ്മർദ്ദം വന്നാൽ, യുദ്ധം നിർത്താനുള്ള സമ്മർദ്ദം വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ക്രീമിയ പൂർണ്ണമായി റഷ്യ അറ്റാച്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ ഉക്രൈൻ പിളരും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഈ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം. റൊസാറ്റിൻ്റെ ഈ ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണമുണ്ട്. റൊസാറ്റ് പറയുന്നത് യുദ്ധമാണ് എൻജിൻ എന്നാണ്. കറക്റ്റാണ്. യുദ്ധം കൊണ്ട് സമ്പന്നരാകുക എന്ന് പറഞ്ഞു. ഈ പിന്നെ ഒരു മാർസിയൻ പ്രയോഗമുണ്ട്,
ഈ ട്രാജഡി എന്താണ് പറയാം, സോറി ഒന്ന് കട്ട് ചെയ്യട്ടോ, പോയോ ആയിക്കോട്ടെ, ഡിസാസ്റ്റർ ക്യാപിറ്റലിസം. ഓക്കെ, ഡിസാസ്റ്റർ തുടങ്ങാം. അപ്പോൾ ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ദുരന്തത്തെ, മാർസിയൻ ടേമാണ്, ദുരന്തത്തെ എങ്ങനെ നമുക്ക് മൂലധനമാക്കി മാറ്റാം, ദുരന്തത്തെ എങ്ങനെ മുതലാക്കാം. അത് ലോക മുതലാളിത്തത്തിൻ്റെ വലിയ തന്ത്രമാണ് സാർ. കോവിഡ് വന്നപ്പോൾ എത്ര രാജ്യങ്ങളാണ് കോടികൾ അടിച്ചെടുത്തത് പല പേരുകളിലായിട്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആയിട്ട്, ഈ പറഞ്ഞ പലതരത്തിലുള്ള ഈ എന്താ പ്രതിരോധ മരുന്നുകളായിട്ട്, കുത്തിവെപ്പായിട്ട്, പലതരത്തിലുള്ള ഉപകരണങ്ങളായിട്ട്, എന്തെല്ലാം സാധനങ്ങളാണ്. ഭീകരമായ വെട്ടിപ്പല്ല, അതിനാണ് ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്ന് പറയാം. അതുപോലെയാണ് ഈ വാർ ക്യാപിറ്റലിസം ആണിത്. അപ്പോൾ വാർ എങ്ങനെയാണ് മൂലധനമാക്കി മാറ്റുക, യുദ്ധത്തെ. അപ്പോൾ വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു അത്ഭുതകരമായൊരു ടേണിലാണ് ഇപ്പോൾ റഷ്യ ചെന്ന് നിൽക്കുന്നത്. ഇനി കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഒരു സ്ട്രാറ്റജി കുറിച്ച് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ ഗുരുമൂർത്തിയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് സാർ. RSS ഗുരുമൂർത്തിയുടെ തിയറി വന്ന കറക്റ്റാണ്. ആശയം മുന്നോട്ട് വെച്ചത് റഷ്യ അവരുടെ സംസ്കൃതിയിലേക്ക് തിരിച്ചു പോകാൻ. റഷ്യ നമ്മൾ വിചാരിച്ചത് റഷ്യ എങ്ങോട്ട് തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുക, മഹാനായ ലെനിൻ്റെ 1917 തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതല്ല. റഷ്യ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന അതിനു മുമ്പുള്ള ഒരു സാർ ചക്രവർത്തിമാരുടെ പ്രതാപത്തിലേക്കാണ്. ആ കൂട്ടത്തിൽ തന്നെ പീറ്റർ ദ ഗ്രേറ്റ്, മഹാനായ പീറ്റർ ചക്രവർത്തിയാണ് റഷ്യക്ക് ഒരു വിഷൻ ഉണ്ടാക്കിയത്, രാഷ്ട്രസങ്കല്പം ഉണ്ടാക്കി, ദേശീയമായ ബോധം ഉണ്ടാക്കി, അവർക്ക് തുറമുഖം ഉണ്ടാക്കി, തലസ്ഥാനം ഉണ്ടാക്കി, സെന്റ് പീറ്റർബർഗ് പോലുള്ള വലിയ അവരുടെ അഭിമാന സ്തംഭങ്ങൾ മുഴുവൻ ഉണ്ടാക്കി. ആ ചക്രവർത്തിയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു റഷ്യക്ക് സോവിയറ്റ് യൂണിയൻ്റേതല്ലാത്ത, ഈ നിഷേധത്തിൻ്റേതും ഭൗതികവാദത്തിൻ്റേതും അല്ലാത്ത, വിശ്വാസത്തിൻ്റെ കൂടി ഒരു പിൻബലമുള്ള ഒരു സാമ്രാജ്യത്വ മോഹം റഷ്യക്കുണ്ട്. ഒരു പ്ലാനുണ്ട്, മോഹം മാത്രമല്ലത്, നടപ്പാക്കപ്പെടുന്ന പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. അതിനോട് യോജിക്കാൻ ഒരു പക്ഷേ സമാധാന മാർഗത്തിൽ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറായേക്കും. അതിനുള്ള സാധ്യതയും കൂടിയുണ്ട്. അപ്പോൾ ആ നീക്കങ്ങളാണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിന് അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ യാതൊരു പരിക്കുമില്ലാതെ, ആഗോള വ്യാപാരത്തെ ബാധിക്കാതെ, ഒരു സ്റ്റാർവേഷനിലേക്കും വിലക്കയറ്റത്തിലേക്കും സ്വന്തം രാജ്യത്തെ തള്ളിവിടാതെ സുരക്ഷിതമായ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഉക്രൈൻ യുദ്ധം നയിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് റഷ്യയുടെ അത്ഭുതകരമാണ്. പക്ഷേ റഷ്യയുടെ ഈ പോക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ താരതമ്യേന നമുക്കും ഗുണകരമാണ്, ഇന്ത്യക്കും ഗുണകരമാണ്. കാരണം ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്നുകൊണ്ട് ലോകത്തിൻ്റെ തന്നെ ഒരു പുതിയ അച്ചുതണ്ട് തീർക്കുക. നമ്മൾ അവിടുന്ന് എണ്ണ വാങ്ങുന്നതോടൊപ്പം തന്നെ നമ്മൾ കയറ്റുമതി നന്നായി നടത്തുന്നു. മാത്രമല്ല, ഇപ്പോൾ അമേരിക്കൻ താരിഫ്, ഇപ്പോൾ പീനൽ താരിഫും റെസിപ്രോക്കൽ താരിഫും വരുമ്പോൾ രണ്ട് രാജ്യങ്ങളും തകരുകയാണ്. അതാണല്ലോ ഏറ്റവും കൂടുതലത്തെ വാർത്ത. പരസ്പരം ബുദ്ധിമുട്ടാണ്. അമേരിക്കയും തകരുന്നുണ്ട്, ഇന്ത്യക്കും പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ GDP കുറയുന്നുണ്ട്, അമേരിക്കയുടെ ഉൽപ്പാദനം കുറയുന്നുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ റഷ്യ ഒരു ആൾട്ടർനേറ്റീവാണ്. മാത്രമല്ല, റഷ്യക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് സാർ. നമ്മൾ സോവിയറ്റ് യൂണിയൻ ആയിരുന്നെങ്കിൽ പോലും ഈ ആപൽഘട്ടത്തിൽ ചേരിചേരാ നയം സ്വീകരിച്ച ഇന്ത്യ ഒരു ഘട്ടത്തിലും അമേരിക്കയോട് ചേരാൻ പോയിട്ടില്ല. അവനെ സൂക്ഷിക്കണം എന്നും. ഇപ്പോൾ മോദി വന്നിട്ട് മാത്രമല്ല, മുമ്പും ഇന്ത്യക്കാരൊരു നിലപാടുണ്ട്. നമുക്ക് ആപൽഘട്ടത്തിൽ ഒന്ന് അനുകമ്പയോടെ നമ്മൾ സമീപിക്കുക എപ്പോഴും റഷ്യയാണ്. അത് സ്ഥായിയായ ഒരു നിലപാടാണ്, അത് ഇന്ത്യൻ മനസ്സ് അതാണ്. അതുകൊണ്ട് റഷ്യയുടെ വളർച്ചയെ നമുക്കും എന്നും നമ്മുടെ പാട്ടുകളെ സ്നേഹിച്ചിരുന്ന, നമ്മുടെ സിനിമകളെ ഇഷ്ടപ്പെടുന്ന അതാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് റഷ്യയുടെ സോഫ്റ്റ് കോർണർ ഇന്ത്യക്കാർക്കുണ്ട്. അത് ഇന്ത്യൻ മനസ്സിനുണ്ട്, ഇന്ത്യൻ കൾച്ചറിനും ഉണ്ടാവും. പക്ഷെ പറയുന്ന ഈ GDP വളർച്ചയിൽ ഇന്ത്യക്കും ഒരു പക്ഷേ സന്തോഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സന്തോഷത്തിൽ പങ്കിടുന്നത്. ആ GDP വലിയ പങ്ക് വഹിക്കുന്നത് നമ്മളല്ലേ. 40% എണ്ണ വാങ്ങുന്നത് നമ്മളാണ്. അതിലെന്താ തെറ്റ്? അപ്പോൾ അവരുടെ ഏറ്റവും വലിയ കസ്റ്റമർ ആരാണ്? നമ്മളാണ്. ഈ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നമ്മളാണ്. അതുകൊണ്ട് ഒരു ഗുണഭോക്താവ് എന്ന നിലയിലും, ഒരു നല്ല കസ്റ്റമർ എന്ന നിലയിലും, നല്ലൊരു ക്ലയൻറ്റ് എന്ന നിലയിലും ഒക്കെ റഷ്യയോട് അമേരിക്ക ഭയപ്പെടണം. തീർച്ചയായിട്ടും. ഈ മാത്രമല്ല, ഇന്ത്യയുടെ അനുഭാവം പോലും, ഇന്ത്യ ഈ സമയത്ത് റഷ്യക്ക് കൊടുക്കുന്ന ഒരു പ്രാർത്ഥന നിർഭരമായ മനസ്സ് പോലും അമേരിക്ക ഭയപ്പെടും. ആ ഭയം ആവശ്യമുണ്ട്. അമേരിക്ക ഒന്ന് വിറച്ച് അവസാനിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് അർഹതപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അമേരിക്ക അർഹിക്കുന്നതാണ്. ഒരുപാട് മനുഷ്യരെ, ലോകമെങ്ങുള്ള രാജ്യങ്ങളെ ദ്രോഹിക്കുകയും പേടിപ്പിക്കുകയും കണ്ണുരുട്ടുകയൊക്കെ ചെയ്തൊരു പാരമ്പര്യമുണ്ട് അവർക്ക്. എന്തിന്? ആ മണ്ണിലുണ്ടായിരുന്ന റെഡ് ഇന്ത്യൻസിനെ കൂട്ടക്കൊല ചെയ്ത് ആട്ടി ഓടിച്ച് നാമാവശേഷമാക്കിയിട്ടുണ്ടാക്കിയ ഒരു രാജ്യം. അങ്ങനത്തെ കുടിയേറ്റക്കാരാണ്. അതാണ് ഗുരുമൂർത്തി. സംസ്കാരമില്ലാത്ത ഒരു നാട് പുതിയ സംസ്കാരത്തിലേക്ക് പോകുന്ന രാജ്യങ്ങളെ ഭയപ്പെടും. തീർച്ചയായും. റഷ്യ ആ പാതയിലാണ്, ഇന്ത്യ ആ പാതയിലാണ്.
തീർച്ചയായിട്ടും. വളരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.